സാക്ഷ്യം പറയാൻ വന്നത് അമ്മ മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ഞാൻ 3 പ്രാവശ്യം ഈ ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞത്. ഇത് 4ാമത്തെ തവണ ഞാൻ പറയുന്നത്. എൻ്റെ അമ്മ തന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, പക്ഷേ അതിൽ കുറച്ച് സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ വന്നു. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടായിരുന്നില്ല. 2 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ 7ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ നിയോഗം വെച്ചു, അമ്മ മാതാവേ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണേ, എത്ര നാൾ വാടകയ്ക്ക് താമസിക്കും എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് പറഞ്ഞ് 2 വർഷമായിട്ട് നടക്കാത്ത കാര്യം വെറും 3 മാസം കൊണ്ട് നല്ലൊരു ഭവനവും വീടും സ്ഥലവും വാങ്ങാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവിന് കനത്ത പനിയും വിറയലും വന്ന് ആകെ വിഷമിച്ചു പോയി. കഴിഞ്ഞ ആഴ്ച ഭയങ്കര പനിയും വിറയലും ആയിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് കൈ പിടിച്ച് അമ്മയുടെ ഉടമ്പടി തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്ത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. ഒരുപാട് ചെക്കപ്പുകളെല്ലാം കഴിഞ്ഞു. ഡെങ്കിപ്പനിയുടെ ചെക്കപ്പ്, ചിക്കൻ ഗുനിയയുടെ ചെക്കപ്പ്, വൈറൽ ഫീവറിൻ്റെ, അങ്ങനെ കിഡ്നിയുടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഞാൻ ലാബിൽ ചെന്ന് മാതാവിൻ്റെ കാശ് രൂപം മുറുകെ പിടിച്ചിട്ട് റിസൾട്ട് മേടിക്കാൻ നിന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഈ റിസൾട്ടിലൊന്നും യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവല്ലേ, ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട സംഭവം. അങ്ങനെ അമ്മയുടെ കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ റിസൾട്ട് കയ്യിലോട്ട് നീട്ടി മേടിച്ച് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, സാധാ ഒരു പനിയാണ്, കാലാവസ്ഥ കാരണം വന്നതാന്ന് പറഞ്ഞ് വെറുതെ ഒരു 2 ദിവസത്തേക്ക് ട്രിപ്പ് മാത്രം ഇട്ട് വേറെ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് അമ്മ മാതാവ് ആ അസുഖവും മാറ്റിത്തന്നു. പിന്നെ 3ാമതെന്ന് പറയാനുള്ളത്, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് 5ാമത്തെ മാസം തൊട്ട് ഡോക്ടർ അവളുടെ കുഞ്ഞിന് ഹാർട്ടിനോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ സ്കാനിങ് കഴിയുമ്പോഴും അവൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയും, ഞാനിനി എന്താ ചെയ്യുക, എനിക്കാകെ വിഷമാവുന്നു. ഒന്നാമത് അവൾക്ക് അമ്മയില്ല. ഞാൻ പറയും, നീ ധൈര്യമായിട്ടിരിക്കുക, എപ്പോഴും നമ്മുടെ മാതാവിനെ പ്രാർത്ഥിച്ചാൽ മുറുകെ പിടിച്ചാൽ മതി. അമ്മ ആശുപത്രിയിൽ പ്രസവ സമയത്ത് ഡോക്ടറായിട്ട് വന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞ് അവൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പോൾ 9ാം മാസത്തിൽ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്, കുട്ടിയുടെ ഹാർട്ടിൻ്റെ നില ഇത്തിരി പ്രശ്നമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവളാകെ പേടിച്ച് ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, മാതാവ് കൂടുതലുള്ള ഈശോയും കൂടെ ഉള്ളപ്പോൾ നമ്മളെന്തിനാണ് വിഷമിക്കേണ്ട കാര്യം, അമ്മയ്ക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഇത് പറയട്ടെ ഞാൻ പറഞ്ഞ് പിറ്റേ ദിവസം അവൾ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ മിനിഞ്ഞാന്ന് പ്രസവിച്ചു. പെൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. യാതൊരു കുഴപ്പമില്ല. അവിടെയും മാതാവ് ഡോക്ടറായിട്ട് ചെന്ന് അവളുടെ പ്രസവം നോർമലാക്കി കൊടുത്തു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പിന്നെ കോളേജിൽ കുട്ടികൾക്കൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് മാതാവിനെക്കുറിച്ച്, ഈശോയിനെക്കുറിച്ചും. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അവിടെ ICUവിൻ്റെ പുറത്ത് ഒരുപാട് പേരിങ്ങനെ വിഷമിച്ചിരിക്കും. ഞാൻ പറയും, പുറത്തിരിക്കുന്നവരോട് ഞാൻ പത്രം കൊടുത്തിട്ട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, അകത്ത് കിടക്കുന്ന രോഗിയെ മാതാവ് ഈശോയും സുഖപ്പെടുത്തും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പത്രം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, അത്ര ശക്തിയുള്ള ജീവനുള്ള പത്രം, ഒരിക്കൽ നിങ്ങൾ തള്ളിക്കളയരുത്, നിങ്ങൾ ഈ വിഷമങ്ങൾ നിമിഷ നേരം കൊണ്ട് അമ്മ മാറ്റിത്തരും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പത്രം കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വരും. പിന്നെ ചിലവർ എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിക്കും. അങ്ങനെ ഫോൺ നമ്പർ മേടിച്ചിട്ട് കുറച്ച് പേര് എന്നെ വിളിച്ച് പറഞ്ഞു, അവർക്കെല്ലാം രോഗസൗഖ്യം കിട്ടി, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കും. ഞാൻ അപ്പോൾ പറയുന്നത്, എൻ്റെ മാതാവിനെ എൻ്റെ ഈശോനെ ഒന്ന് തൊഴാൻ വേണ്ടി കൊണ്ടുവരണം ഇവിടെ അത് നിങ്ങൾ പറ്റുമെങ്കിൽ കൃപാസനത്തിൽ പോയി ഒന്ന് തൊഴണം, നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടിയതല്ലേ. അമ്മയുടെ അടുത്ത് നന്ദി പറയാൻ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും. പിന്നെ കുറച്ച് എന്നെക്കൊണ്ടാവുന്ന കാരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്യും. ഒരുപാട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുറച്ച് പേർക്ക് ലഘുഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ പത്രം വിതരണം ചെയ്യുമ്പോൾ അമ്മയുടെ കാശ് രൂപം പത്രത്തിനോട് കൂടി ഞാൻ കൊടുക്കാറുണ്ട്, കുറേ പേർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കോളേജിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കും. കാരണം അവർ അറിഞ്ഞിരിക്കണം, അമ്മ മാതാവിനെ ഈശോനെയും കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ അത് കാരണം ഓരോ മാസവും ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് പത്രം കൊടുക്കുക. ചിലപ്പോൾ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ മാസം കോളേജിൽ കൊണ്ടുപോയി കൊടുക്കും, ഇല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും. ഇല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എവിടെ നിൽക്കുന്ന അവിടെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും.
ചിലവരത് നിരസിക്കും, പക്ഷെ എനിക്ക് വിഷമം തോന്നുന്നില്ല. ചിലവർ പറയും, ചേച്ചിക്ക് വേറെ പണിയില്ലേ, ഈ പത്രം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണോ ജോലി? ഞാൻ പറയും, ഒരിക്കലും അങ്ങനെ പറയരുത്. ജീവനുള്ള അമ്മയാണ്, നിങ്ങളങ്ങനെ ഒരിക്കലും പറയരുത്. നിങ്ങൾ ഒരു വട്ടം അവിടെ പോയി നോക്കുക, അമ്മയുടെ മണ്ണിൽ സന്നിധിയിൽ കാല് ചവിട്ടി നോക്കുക, നിങ്ങൾക്ക് അനുഗ്രഹം ഉറപ്പായിരിക്കുന്നു ഞാൻ പറഞ്ഞ് അവരോടെല്ലാം പറയും. പിന്നെ കുറച്ച് പേര് പത്രം കൊടുത്താൽ മേടിക്കില്ല, ഭയങ്കര കൊടുക്കുമ്പോഴേ പറയും ഞങ്ങൾക്ക് വേണ്ട. പിന്നെ കുറച്ച് പേര് പറയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുന്നത്. ഞാൻ ഒരിക്കലും പറയും പൈസ നിങ്ങൾ തരണ്ട, പത്രം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതാണ്. കാരണം മാതാവിനെയും ഈശോനെയും കുറിച്ച് അറിയാനുള്ളതാണ് പത്രം, അല്ലാണ്ട് പൈസയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലവർ വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അപ്പം തന്നെ തിരിച്ച് മേടിച്ചുകൊണ്ട് വരും പത്രം. നിങ്ങൾക്ക് വേണ്ടി വേണ്ട, നിങ്ങളെ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല എന്ന് പറയും. മിനിഞ്ഞാന്ന് ഇതുപോലെ ഞാൻ പത്രം കൊടുക്കാൻ പോയി, ബസ് സ്റ്റോപ്പിലാണ് കൊടുക്കാൻ പോയി, കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ലാസ്റ്റത്തെ ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഓണപ്പരിപാടിക്ക് വേണ്ടി വന്നത്. ഞാൻ ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ കുറച്ച് പേര് ഇതെല്ലാം മേടിച്ചിട്ട് ബാഗിൽ വെച്ചു. 2-3 പേർക്ക് കൊടുത്തപ്പോൾ അവർക്ക് വേണ്ട. എന്നോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് വിശ്വാസം വരുള്ളൂ, അല്ലാതെ വെറുതെ ഒരാളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പത്രം വീട്ടിൽ ആരെങ്കിലും രോഗികളായവരോ ഇല്ലെങ്കിൽ തീരെ അവശ്യ നിലയിൽ കിടക്കുന്നവരോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി കിട്ടുന്ന ഒരു പത്രം, ഈ ഒരു പത്രം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന വേണ്ടി ഞാൻ കൊടുക്കും. അതിലൊരു കുട്ടി എന്നോട് മിനിഞ്ഞാന്ന് പറഞ്ഞ് ചേച്ചി ഈ പത്രം കൊണ്ട് എനിക്ക് മനസ്സമാധാനം കിട്ടും. ഞാൻ പറഞ്ഞു മനസ്സമാധാനം മാത്രമല്ല, ജീവിതം മുഴുവൻ രക്ഷപ്പെടാനുള്ള ഒരു ഉപകരണം ഈ പത്രം. ധൈര്യമായിട്ട് ഈ മാതാവിനും ഈശോനും വിശ്വസിച്ചാൽ നിനക്ക് മനസ്സമാധാനത്തിൻ്റെ കൂടെ ജീവിതം മുന്നേറാനുള്ള മാർഗം കൂടി അമ്മ കാണിച്ചിരുന്നു വേണ്ടി ഞാൻ പത്രം കൊടുത്തിട്ട് വന്നു. പിന്നെ വേറൊരു കുട്ടിക്ക് കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല. ഞാൻ പിന്നെ ആ കൊടുത്ത പത്രം തിരിച്ചു മേടിച്ചു. ഞാൻ പറഞ്ഞു വിശ്വാസമില്ലാത്തവരെ ഞാൻ പൂർണ്ണമായിട്ട് നിർബന്ധിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ പത്രം എവിടെയെങ്കിലും വഴി വെച്ച് കീറിക്കളയ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം എനിക്ക് കിട്ടും. ഞാൻ പറഞ്ഞു ഒരിക്കലും പത്രം ചീന്തിക്കളയാനോ അടുപ്പിലിടാനോ അല്ലാതെ മറ്റുള്ള പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാനുള്ള, അത് ഒരുപാട് പേരുടെ എത്തേണ്ട കൈകളിൽ എത്തിക്കാനുള്ളത് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അമ്മേ മാതാവേ, ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവരെയും അമ്മ നിറഞ്ഞ് അനുഗ്രഹിക്കണേ, അതിനോടൊപ്പം തന്നെ അമ്മയുടെ സന്നിധിയിൽ അവരെ എത്തിച്ച് അവർക്ക് വിശ്വാസം വരുത്തണേ എന്ന് വേണ്ട ഞാൻ പത്രം വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കൊണ്ടേ കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്, അല്ലാതെ തന്നെ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പേരെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റന്നാൾ ഒരു ചേച്ചി ഉടമ്പടി ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ ഈശോയിനും കോടാനുകോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല, അത്ര എനിക്ക് അനുഗ്രഹം കിട്ടിയത്. ഇങ്ങനെ ഒരു ആൾക്കാരെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നതിന് ഞാൻ മാതാവിനോട് ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയെ എന്നെ യേശുനാമത്തിൽ ഉയർത്തണമേ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയ്ക്ക് ഈശോയ്ക്കും അടിമയായിരിക്കും. കാരണം ഇവിടെ എന്ന് ഞാൻ 2019 വരാൻ തുടങ്ങിയത് എല്ലാ മാസവും മുടങ്ങാതെ വരും. എന്ന് വന്നു തുടങ്ങി അന്ന് മുതൽ എനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ മാതാവ് എത്ര എനിക്ക് വിഷമങ്ങൾ വന്നാലും അതെല്ലാം തരണം ചെയ്തു തരും. അതുപോലെ ഒരു സാക്ഷ്യം കൂടി പറയാൻ മറന്നുപോയി. ഞാനും അച്ഛനും കൂടെ കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോവുമായിരുന്നു സാധനങ്ങൾ മേടിക്കാൻ. ആ സമയത്ത് ഞങ്ങൾ ആക്റ്റീവയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്നു, ചെറിയൊരു ബൈറോട്ടിൽ കൂടി ഞങ്ങൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോ വന്നപ്പോൾ അച്ഛനിങ്ങനെ സൈഡ് കൊടുത്തപ്പോൾ ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ അമ്മയുടെ കാശ് രൂപ ഉണ്ട്. എവിടെ പോയാലും കടയിൽ പോകുമ്പോഴും ഞാൻ എടുത്തുകൊണ്ട് പോകും, എപ്പോഴും അങ്ങനെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ പേഴ്സിനകത്ത് കാശ് രൂപ ഉണ്ടായിരുന്നു. ഞാൻ അത് മുറിവ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ. വണ്ടി ആ ഒരു വലിയ കുഴിയുടെ അവിടെ എത്തി ഇങ്ങനെ ചാടി ഞാൻ തെറിച്ച് വീണെന്ന് പറഞ്ഞാൽ ശരിക്കും തലയിടിച്ചു പോവും ആ കുഴിയുടെ ഉള്ളിൽ, അത്ര വീഴ്ചയായിരുന്നു വീണ്. പക്ഷെ എൻ്റെ കയ്യിൽ കാശ് രൂപകളായിരുന്നു. ഒരു പോറൽ പോലെ ഏൽക്കാതെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു. അത് വലിയൊരു അത്ഭുതം പറഞ്ഞാൽ അതാർക്കും വിശ്വസിക്കാൻ പറ്റില്ല, അത്ര വലിയ ഒരു സംഭവമായിരുന്നു. ഞാൻ വീണത് അച്ഛൻ പോലും അറിഞ്ഞില്ല. അച്ഛൻ കുറച്ച് ദൂരം വണ്ടി ഓടിച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ഞാനില്ലാന്ന് മനസ്സിലാവുന്നേ. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വീണെടുക്കല്ല ചെയ്തത്, എൻ്റെ മാതാവ് എന്നെ ശരിക്കും നടത്തിക്കൊണ്ടുപോകുന്നു. നിങ്ങളാരും ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല, പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ വീണപ്പോൾ വീണ് കിടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. സ്വയം ഞാൻ അറിയാതെ ഓടുകയായിരുന്നു. ഞാൻ വെച്ചു മാതാവ് ഞാൻ എന്താ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണിട്ട് തല എന്നല്ല എവിടെ വീണാതെ കിടക്കാതെ ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എന്നെ താങ്ങി നിർത്തിയത്. അമ്മയുടെ കാശുരൂപം കയ്യിലുള്ളതുകൊണ്ട് അത്രയും വലിയ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇതുപോലെ ഒരുപാട് തടസ്സങ്ങൾ നേരിടുമ്പോഴും ഞാൻ അമ്മയുടെ കാശുരൂപം എടുത്ത് മുറുകെ പിടിച്ചിട്ട് പറയും, മാതാവേ
വേറെ ആരുമില്ല, എനിക്ക് ഈശോയും മാതാവും മാത്രമേ ഉള്ളൂ. കാരണം ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയിൽ ഈശോയിൽ അത്ര വിശ്വാസം, വേറെ ആരോടും എനിക്ക് അത്ര ഇതില്ല. എൻ്റെ വിഷമങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നത് എൻ്റെ മാതാവിനോട്, ഈശോയുടെ. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് ഞാൻ ഈ സാക്ഷ്യം നിർത്തുക. മാതാവേ നന്ദി, യേശുവേ